ശ്രീ ചിത്തരഞ്ജൻ അദ്ദേഹം പറഞ്ഞാൽ ഒരു പൊതുവാചകം മുന്നേറ്റമുണ്ട്, മാറ്റമുണ്ട്, അത് വളരെ സ്വാഭാവികമാണ്. അതിൻ്റെ എല്ലാം ഒരു പൊളിറ്റിക്കൽ ക്രെഡിറ്റ് സർക്കാർ ഏറ്റെടുത്താൽ അത് ആ നിലയിൽ വകവെച്ച് തരുന്നതല്ല കേരളം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇക്കാര്യത്തിലുള്ളത്. ഈ നയപ്രഖ്യാപനത്തിൻ്റെ 6ാമത്തെ പേജ് ശരത്തെ അതിനകത്ത് വളരെ കൃത്യമായി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ഗവർണർ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ തലത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിനുമുള്ള കേരളത്തിൻ്റെ നേട്ടങ്ങൾ അത് രാജ്യത്തെ നമ്മുടെ യൂണിയൻ സർക്കാരും അന്താരാഷ്ട്ര സംഘടനകളും പോലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ രംഗത്ത് നമ്മുടെ സർക്കാരിന് വലിയ പ്രതീക്ഷയാണുള്ളത്. എൻ്റെ സർക്കാർ വിദ്യാഭ്യാസത്തിൽ സമഗ്രതയോടൊപ്പം നിലവാരവുമാണ് ലക്ഷ്യമിടുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നൈപുണ്യ വികസനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായങ്ങളും തമ്മിലുള്ള ബന്ധം, സംരംഭരാകുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക, ആധുനിക ആവശ്യങ്ങൾക്ക് പ്രാപ്തമാക്കുന്ന വിധം പാഠ്യപദ്ധതി പരിഷ്കരിക്കുക എന്നിവയ്ക്ക് നമ്മൾ ഊന്നൽ നൽകുന്നു. സാധ്യമായ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കുന്നതിലേക്കാണ് ഇവ നടപ്പിലാക്കി വരുന്നത്. ഈ സന്ദർഭത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള ശക്തമായ ഒരു പരിസ്ഥിതി സംസ്ഥാനം വികസിച്ചു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഇവിടുത്തെ കുട്ടികളെല്ലാം കൂടെ വിദേശത്തേക്ക് പോവുകയാണ്. ശരിയാണ്, വിദേശത്തേക്ക് പോകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും പോകുന്നുണ്ട്. അത് ലോകത്ത് വന്നിട്ടുള്ള വലിയ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കും. ഈ കേരളം അതുകൊണ്ട് തന്നെയല്ലേ നമ്മുടെ പിന്നെ ഇപ്പോൾ 47 എന്നാണ് എൻ്റെ ധാരണ പ്രൊഫഷണൽ കോളേജുകളുടെ ക്യാമ്പസിൽ തന്നെ വ്യവസായങ്ങൾ കൂടി വരാൻ കഴിയുന്ന നിലയിലേക്ക്, വിദ്യാർത്ഥികൾക്ക് പഠനവും അതോടൊപ്പം തന്നെ തൊഴിലും ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ അതിനകത്ത് ഫലപ്രദമായി ഇടപെടുകയല്ലേ. ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയാണ് ആ നിലയിലേക്കുള്ള പിന്നെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട റോണി സാറിൻ്റെ ശ്രദ്ധയിലൊരു കാര്യം പെടുത്താം. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തോടെ എന്തായിരുന്നു UDF ഗവൺമെൻറ് എടുത്തൊരു നിലപാട്? അങ്ങ് അധ്യാപകനാണല്ലോ. 2011-16 കാലയളവിലെ ഗവൺമെൻറ് എന്താ ചെയ്തത്? എന്താ പ്രഖ്യാപിച്ചത്? ഒരു വർഷക്കാലം 100 ഗവൺമെൻറ് സ്കൂളുകൾ വീതം അടച്ചുപൂട്ടാനല്ലേ തീരുമാനിച്ചത്? പകരം അപ്പോൾ ഏതാ വരാൻ പോകുന്നത്? പകരം വരാൻ പോകുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളാണ്, UBC സ്കൂളുകളാണ്. കേരളത്തിലെ ഇന്നത്തെ വിദ്യാഭ്യാസം ഏതാണോ? ഞാൻ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോൾ ഒരു UP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 1187. LP സ്കൂളുകളിൽ 500-600 വിദ്യാർത്ഥികൾ ശരാശരി. എങ്ങനെ എത്തി? വല്ല മന്ത്രപടി കാണിച്ചിട്ടാണോ? അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം ചെറുതാണോ സാർ? കേരളത്തിൽ എത്രായിരം കോടി രൂപയാണ് നമ്മുടെ സ്കൂളുകളുടെ കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കുമൊക്കെ വേണ്ടി ഈ ഗവൺമെൻറ് കാലത്ത് ചെലവഴിച്ചിട്ടുള്ളത്? അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ UDF ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസത്തെ കൈകാര്യം ചെയ്യുന്നത്? പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും അംഗീകരിക്കുന്നതല്ലേ? ഇന്ന് എന്താ വ്യത്യാസം, എന്താ മാറ്റം? നമ്മുടെ ഈ വലിയ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്ന വലിയ സൗകര്യത്തെക്കാൾ അപ്പുറം മികച്ച നിലയിലേക്കുള്ള അക്കാഡമിക് നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലേക്ക് എല്ലാ അർത്ഥത്തിലും മാറ്റിയില്ലേ? എത്രായിരം കോടി രൂപയാണ് ഈ സ്കൂൾ കെട്ടിടങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്? 140 മണ്ഡലങ്ങളിൽ നിർമ്മിക്കുകയല്ലേ? കോൺഗ്രസിൻ്റെ UDF ലീഗിൻ്റെ എല്ലാ MLA-മാരുടെ മണ്ഡലത്തിലും എത്ര കോടി രൂപയാണ് ഈ സ്കൂൾ കെട്ടിടങ്ങൾക്ക് വേണ്ടി മാത്രം, അതുപോലെ തന്നെ മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്? ഇത് മാറ്റമല്ലേ? പഴയ കാലം മുതൽ എല്ലാം സംരക്ഷിക്കുമായിരുന്നെന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുകയല്ലായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ പറയുന്നതിനകത്ത് അങ്ങ് വേറൊന്നും വിചാരിക്കരുത്. ആ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന UDF-ലെ കക്ഷിയുടെയും മന്ത്രിമാരുടെയും താല്പര്യം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുകയായിരുന്നു, സ്വകാര്യ മേഖലയെ സംരക്ഷിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ലേലം വിളിച്ച് വിൽക്കുന്ന ഒരു കച്ചവട ചരക്കിനെ പോലെ മാറ്റി മാറിക്കാനല്ലേ ആ കാലത്തെല്ലാം പരിശ്രമിച്ചിട്ടുള്ളത്? നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തുള്ളവർ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമായിട്ട് കാത്തിരുന്നിട്ടുണ്ട്. കാരണം ഇവർ ചെയ്യുന്നത് കണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പറയാൻ കഴിയുമോ?
കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ആ നിലയിൽ എന്തെങ്കിലും നടമാടുന്നു എന്ന് പറയാനുള്ള അവസരമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മാത്രമല്ല, ഈ ഓണപ്പരീക്ഷ ക്രിസ്മസ് പരീക്ഷയെ കൂടെ ഒന്നിച്ചെഴുതിയാൽ മതി എന്ന് പറയുന്ന സാഹചര്യമടക്കം പാഠപുസ്തകമടക്കം കൊടുക്കാത്തൊരു കാലമുണ്ടായിരുന്നു എന്നുള്ള കാര്യം റോണി സാറിന് ശ്രദ്ധേയപ്പെടുത്തുകയാണ്. ഇപ്പോഴോ സ്കൂൾ തുറക്കത്തിന് 1.5 മാസക്കാലത്തിന് മുമ്പ് കൊടുക്കുകയാണ് ഈ പാഠപുസ്തകങ്ങൾ. അപ്പോൾ അതെല്ലാം കേരളത്തിൽ വന്ന വിദ്യാഭ്യാസ രംഗത്ത് വന്ന വലിയ മാറ്റമല്ലേ? ആ മാറ്റം നമുക്ക് കാണാതെ മുന്നോട്ട് ഒരു ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ വന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്ന് ഊന്നൽ കൊടുക്കാൻ തയ്യാറായത്. അത് മാത്രമാണോ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ എടുത്ത് 1,88,087 പേർക്കാണ് ഈ 3.5 വർഷക്കാലത്തിനുള്ളിൽ ഒരു തുണ്ട് ഭൂമിയുടെ രേഖയില്ലായിരുന്ന മനുഷ്യന് പട്ടയം കൊടുത്തു. അടുത്തത് ഈ 2 മാസം കൂടെ കഴിയുമ്പോൾ 1,20,000 പേർ കൂടെ പട്ടയം കൊടുക്കാൻ പോവുകയാണ്. എന്നുവെച്ചാൽ 3 ലക്ഷം പാവപ്പെട്ട മനുഷ്യൻ, 5,38,000 പേർക്കാണ് കിടപ്പാടം. ചെറുതാണോ? ഒരു തുണ്ട് ഭൂമിയില്ലാത്തവന്, ഒരു കയറി കിടക്കാൻ ഒരു കിടപ്പാടമില്ലാത്തവന് അവനെ അറിയൂ അതിൻ്റെ വേദന. ഏത് ഗവൺമെൻറ് വന്നാലും ഒരുപോലെയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ടല്ലോ, അവർ മനസ്സിലാക്കണം ഒരു തുണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഈ കേരളത്തിലെ 3 ലക്ഷം പാവങ്ങൾക്കാണ് ഈ 4 വർഷക്കാലത്തിനുള്ളിൽ കിട്ടുന്നത്. കയറി കിടക്കാൻ ഒരു കിടപ്പാടമില്ലാത്ത പാവപ്പെട്ടവൻ, അവനൊരു കൊട്ടാരമാണ് ഈ 500 സ്ക്വയർ ഫീറ്റിന്റെ വീട്. അത് കേരളത്തിൽ നിർമ്മിച്ചു കൊടുക്കുകയാണ്. അതിൽ രാഷ്ട്രീയമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് ഈ മാറ്റം എന്തേ കാണാതെ പോകുന്നു? വളരെ ചുരുക്കത്തിൽ ഒരു മറുപടി താങ്കളിലേക്ക്. ഈ മാറ്റം കാണാതെ പോകുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം. ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ഇന്നത്തെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രം, ലൈഫ് മിഷൻ 8 വർഷം കൊണ്ട് 4,24,800 വീടുകൾ കൊടുത്തു. 2011 മുതൽ 2016 വരെ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 4 ലക്ഷം വീടുകൾ കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് പുതുമയൊന്നുമില്ല, ഇതെല്ലാ സർക്കാരുകളും. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് LDF എന്നോ UDF എന്നുള്ള ഇവിടെ വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും പാവപ്പെട്ടവന് ഭൂമിയാണെങ്കിലും കിടപ്പാടമാണെങ്കിലും കുട്ടയമാണെങ്കിലും എല്ലാ സർക്കാരുകളും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അത് ഈ സർക്കാരിന്റെ മാത്രം ഇപ്പൊ ക്ഷേമ പെൻഷൻ, എത്ര മാസമാണ് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് നമ്മൾ പറയുന്നില്ല ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ചുമട്ട് ദാരിദ്ര്യമൊന്നുമില്ല. ഇവിടെ റേഷൻ കടകൾ വലിയ പ്രതിസന്ധിയിലാണ്. റേഷൻ കട ഉടമകൾക്ക് എത്ര നാളായി അവർക്ക് പിന്നെ അവരുടെ പ്രതിഫലം കൊടുത്തിട്ട് എന്ന് പറഞ്ഞ സ്കൂളുകളുടെ കാര്യം, അങ്ങനെയൊക്കെ ഒരു കാര്യം പറയുക. ഇവിടുത്തെ ഹെഡ് മാസ്റ്റർമാര് സ്കൂളുകളിൽ ഇപ്പോൾ ഹെഡ് മാസ്റ്റർ പോസ്റ്റ് പിടിക്കാനായിട്ട് ആളുകൾ തയ്യാറാകുന്നില്ല, അധ്യാപകർ. കാരണം എന്താണെന്നറിയോ? അവരുടെ ശമ്പളത്തെക്കാൾ കൂടുതൽ ഒരു മാസം അവര് നാട്ടിൽ നിന്ന് പിരിച്ച് പൈസ കൊടുക്കേണ്ടി വരും ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ അത് നിഷേധിക്കുന്നില്ല, ഉള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് അംഗീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളത്തിന്റെ 10ാം ക്ലാസ്സിലെ വിജയ ശതമാനം അടുത്ത വർഷം തൊട്ട് കുറയ്ക്കേണ്ടി വരും? അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ വിദ്യാഭ്യാസ മേഖലയിലെ ക്വാളിറ്റി, ആ ക്വാളിറ്റിയിൽ നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നയിപ്പിക്കാൻ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമായി ചുരുങ്ങി നിന്നതുകൊണ്ടാണ്. ഞാൻ ചോദിട്ടെ, ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? മനുഷ്യമൃഗ കോൺഫ്ലിക്റ്റ് ആണ്, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. എന്തെങ്കിലും ഒരു പരാമർശം നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ഒരാൾ വെച്ചിപ്പോൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 1460 ആളുകൾ ഈ പറഞ്ഞ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു നിർദ്ദേശം നയപ്രഖ്യാപനത്തിൽ? സാങ്കല്പികമാണ് വാദത്തിന് വേണ്ടി. UDF ആണ് ഈ കാലത്ത് ഭരിക്കുന്നതെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് കേരളം അനുഭവിക്കില്ലെന്നാണോ പറയുന്നത്? അതിനകത്ത് എന്റെ കൃത്യമായ ആൻസർ പറയാം. കാരണം ഈ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉൾപ്പെടെ എത്രയോ 40 വലിയൊരു തുക കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന തുക ചെലവഴിക്കാതെ കിടക്കുകയാണ്. ഈ പറയുന്ന ഈ ചുരുക്കി എടുക്കണം സമയം. അത് കഴിഞ്ഞാൽ ശ്രീ ജയചന്ദ്രനിലേക്ക് വരാം. ഇതിന് മാത്രം ഒരു മറുപടി ഉണ്ടെങ്കിൽ ശ്രീ ചിത്തരഞ്ജൻ, മലയോരം അതുപോലെ ലൈഫിലൊക്കെ കൊടുത്ത വലിയ മികവൊന്നും നിങ്ങൾ പറയേണ്ട, എല്ലാ സർക്കാരും മലയോര മേഖല ലൈഫ് പോലുള്ള കാര്യങ്ങളിൽ വലിയ വീമ്പ് പറച്ചിലാണ്, കാര്യമൊന്നുമില്ല എന്നാണ് റോണി പറഞ്ഞത്. 3200 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ 5 വർഷക്കാലത്തെ ഭരണത്തിൽ ഭവന നിർമ്മാണ മേഖലയിൽ ചെലവഴിച്ചെങ്കിൽ ഈ ഗവൺമെൻറ് കാലത്ത് 18,000 കോടി. അപ്പോൾ പിന്നെ വ്യത്യാസം എന്താണെന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. 18,000 കോടി രൂപയാണ് ഈ സംസ്ഥാനത്ത് ഈ വീടിന് വേണ്ടി മാത്രം ചെലവഴിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറായത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് 3200. ഇനി
ഈ പിന്നെ വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ തന്നെ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണല്ലോ, നാട് മുഴുവൻ കണ്ടതാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് അതിൽ കേരളത്തിലെ ഗവൺമെൻറ് ഏത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഈ കഴിഞ്ഞ ദിവസക്കാലം തന്നെയല്ലേ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മുടെ നിലപാട്, സംസ്ഥാനത്തെ നിലപാട് കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് എവിടെയാണ് പൈസ ചെലവഴിക്കാതെ കിടക്കുന്നത്? പൈസ ചെലവഴിക്കാതെ കിടക്കുന്നില്ല. പൈസ ചെലവഴിക്കാത്തതാണോ പ്രശ്നം? അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഈ കാലാവസ്ഥ വ്യതിയാനത്തിലെല്ലാം വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ എല്ലാം ഫലമായി ഉണ്ടായിട്ടുള്ള ചില പ്രത്യേകതകളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ കാര്യത്തിനകത്തൊരു ഗവൺമെന്റിനെ എങ്ങനെയാണ് കുറ്റം പറയുന്നത്? നിങ്ങൾക്ക് നിയമസഭയെ പോലെ കുറ്റം പറയാൻ ഒക്കുന്നില്ലല്ലോ. വസ്തുതാപരമായി ഇതൊരു പൊതുവായ പ്രശ്നമാണ്. ഞാൻ അതിനപ്പുറം ചർച്ച പോകേണ്ടതില്ലാത്തതുകൊണ്ടാണ് സുചിത്രഞ്ജൻ പ്ലീസ്. അതായത് അല്ല, പണ്ട് നല്ല ഒന്നാം നമ്പർ ഊണ് ഇപ്പൊ ഊണല്ലേ കൊടുക്കുന്നത്. പണ്ട് കഞ്ഞി, ആ കഞ്ഞി പോലും മുടക്കത്തില്ലായിരുന്നോ? ഇവിടെ ഓരോ സന്ദർഭത്തിലും കുട്ടികൾ ഹെഡ് മാസ്റ്റർമാർക്ക് ബാധ്യത വരുന്നു എന്നാണ് റോണിയുടെ കേസ്. അതല്ല ചിത്രഞ്ജൻ അദ്ദേഹത്തിന്റെ കേസ് അതല്ല. പക്ഷെ അതുകൊണ്ട് ഹെഡ് മാസ്റ്റർമാർക്ക് വ്യക്തിപരമായ ബാധ്യത വരുന്നു, ആ പൈസ കൊടുക്കുന്നില്ല. കേട്ടില്ല. വളരെ സന്തോഷത്തോടു കൂടിയാണ് പല ഹെഡ് മാസ്റ്റർമാർ ഈ ചുമതല നിർവഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, ഗവൺമെൻറ്റിൻ്റെ കോപ്പി ഏതാ കോവിഡ് കാലത്തൊന്ന് സഹായിക്കാൻ പറഞ്ഞപ്പോൾ 4 ദിവസത്തെ ശമ്പളം പിടിക്കാൻ പോകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവ് കത്തിച്ച അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം മനോഭാവമുള്ള, അത്തരം മനോസ്ഥിതിയുള്ള അധ്യാപകർക്ക് വിഷമം. എന്നാൽ സതുദ്ദേശപരമായി തൻ്റെ കുഞ്ഞ് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ അധ്യാപകരും സന്തോഷത്തോടു കൂടിയാണ് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്.